60 വയസ്സിന് മുകളിലുള്ള അമ്മമാർ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ സൗജന്യ യാത്ര ചെയ്യുന്ന സമയത്ത് 60 വയസ്സിന് മുകളിലുള്ള അച്ഛന്മാർക്ക് എന്തുകൊണ്ട് സൗജന്യ യാത്ര കെ.എസ്.ആർ.ടി.സി ബസ്സിൽ കിട്ടുന്നില്ല എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പുതിയ സ്കീമായിട്ടുള്ള പ്രിയദർശിനി സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ഓർഡിനറി ബസ്സിൽ കെ.എസ്.ആർ.ടി.സി ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് പ്രായമുള്ള ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് എന്തുകൊണ്ട് സൗജന്യ യാത്ര കിട്ടുന്നില്ല എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ശരിക്കും ഇങ്ങനെ സ്ത്രീകൾക്ക് മൊത്തത്തിൽ ഫ്രീ ആയിട്ട് ഓർഡിനറി ബസ്സിൽ ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് അതിന് പകരം ഒരു 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക്, പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്നുള്ള രീതിയിൽ ഈക്വലായിട്ട് ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് എന്തായാലും സ്ത്രീകൾക്ക് പൊതുവേ മൊത്തത്തിൽ ഫ്രീ ടിക്കറ്റ് ഓർഡിനറി ബസ്സിൽ കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതിനെന്തായാലും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനെ എതിർത്ത് പല സ്ത്രീകളും പറയുന്നുണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് വേണ്ട, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ സൗജന്യ യാത്ര ചെയ്യേണ്ട എന്ന് പല സ്ത്രീകളും പറയുന്നുണ്ട്. അങ്ങനെ ചുരുക്കം ചിലർക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് വേണ്ട, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യേണ്ട എന്ന് പല സ്ത്രീകളും പറയുന്നുണ്ടാവും. പക്ഷേ വേണ്ടാത്തവർക്ക് വേണ്ട. പക്ഷേ അത് ആവശ്യമുള്ള ഒരുപാട് സ്ത്രീകളുണ്ടാവും. ഈ പറഞ്ഞ പോലെ രാവിലെയും വൈകിട്ടും ഡെയിലി കെ.എസ്.ആർ.ടി.സി ബസ്സിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ദൂരെ പോയി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ആശ്വാസമാണ് ഈ ഫ്രീ ടിക്കറ്റ് എന്നുള്ള രീതിയിൽ. ചിലപ്പോൾ ഒരു 20 രൂപ അല്ലെങ്കിൽ 30 രൂപയൊക്കെ രാവിലെ ഒരു വൺ സൈഡ് പോകുന്നതിന് ചിലപ്പോൾ ടിക്കറ്റ് കൊടുക്കേണ്ടി വരും. അപ്പം 2 സൈഡ് ആകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 50 രൂപ അല്ലെങ്കിൽ 60 രൂപ ടിക്കറ്റ് കൊടുത്തിട്ടായിരിക്കും അവർ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഡെയിലി ഒരു മാസം ആകുമ്പോഴത്തേന് വലിയൊരു തുക ഈ ടിക്കറ്റ് ചാർജിലേക്ക് തന്നെ പോകും. അതിന് പകരമായിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ദൂരെ പോയി വർക്ക് ചെയ്യുന്ന പ്രായമുള്ള ആൾക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഭയങ്കര ആശ്വാസമായിട്ട് മാറും. അപ്പോൾ ഈ വേണ്ട എന്ന് പറയുന്ന സ്ത്രീകളോട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ആവശ്യമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, അവരത് യൂസ് ആക്കട്ടെ. അതുപോലെ തന്നെ പല ന്യൂസിലും ഇങ്ങനെ പറയുന്നുണ്ട് കെ.എസ്.ആർ.ടി.സിയിൽ ഇങ്ങനെ ഒരു സൗജന്യ യാത്ര കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൻ നഷ്ടം കെ.എസ്.ആർ.ടി.സിക്ക് ഉണ്ടാവുമെന്ന്. അങ്ങനെ ആ ഒരു നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന, അതായത് ഇപ്പോൾ ഓർഡിനറി ബസ്സിൽ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്നു, ബാക്കിയുള്ള ടിക്കറ്റിനെല്ലാം ടിക്കറ്റ് ചാർജ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊടുത്ത സൗജന്യ യാത്ര അല്ലെങ്കിൽ സൗജന്യമായിട്ട് ടിക്കറ്റ് കൊടുത്തുകൊണ്ട് ഒരു യൂസും ഉണ്ടാകത്തില്ല. കാരണം ഒരിടത്ത് പിഴിഞ്ഞെടുത്തിട്ട് ബാക്കിയുള്ളിടത്ത് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ബാക്കിയുള്ള ടിക്കറ്റുകൾക്ക് ടിക്കറ്റ് നിരക്ക് കൂട്ടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് ബാക്കിയുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഇനിയും ഇതിൻ്റെ കൂടെ തന്നെ പ്രായമുള്ള പുരുഷന്മാർക്ക്, വൃദ്ധരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളവർക്ക് കൂടെ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുക്കുവാണെങ്കിൽ അതുകൂടെ നല്ലതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ പ്രായമുള്ളവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൈസ ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൂടെ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുക്കുവാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. അതിനെതിരെ ആരും സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ കുറ്റപ്പെടുത്താനൊന്നും ആരും പോകത്തില്ല. അല്ലെങ്കിൽ അതിനെ ആ ഒരു സ്കീം കൂടെ ഇറക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെതിരെ ആരും അങ്ങനെ സംസാരിക്കത്തില്ല. കാരണം എല്ലാവർക്കും ആവശ്യമുള്ള കാര്യം തന്നെയാണത്. ഇനി ഓർഡിനറി ബസ്സിനകത്ത് എന്തെങ്കിലും തള്ളിക്കയറ്റോ സ്ത്രീകളുടെ തള്ളിക്കയറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് സ്ഥലമില്ലാത്ത അവസ്ഥയിലേക്ക് വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അതെന്തായാലും ഇനിയുള്ള വരും ദിവസങ്ങളിലെ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ.